കരയിലുള്ള രണ്ട് യുദ്ധങ്ങൾക്കാണ് ഈ 21ാം നൂറ്റാണ്ടിൽ ലോകം സാക്ഷിയാകുന്നത്. ഇസ്രായേൽ ഇറാനും റഷ്യയും യുക്രൈനും എന്നീ രാജ്യങ്ങളിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും ആ പ്രദേശത്തെ ഇപ്പോൾ തകർന്നെറിയാൻ പോവുകയാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കടലിനടിയിൽ പുതിയ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും. റഷ്യയാണ് ഏവരെയും ആശയപ്പെടുത്തുന്ന ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത്. നോർഡ് സ്ട്രീം പൈപ്പ് ലൈനിലൂടെ ബോംബാക്രമണത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് കടലിനടിയിൽ പുതിയ അക്രമങ്ങൾക്ക് സംഘടിപ്പിക്കാൻ അമേരിക്കയും ബ്രിട്ടനും പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിന്റെ സഹായി നിക്കോൾ പത്രോവേഷ് പറയുന്നു. ഈ വർഷം തന്റെ പുതിയ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു ദശാബ്ദത്തിലേറെയായി റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിലിനെ നയിച്ച പത്രുഷേവ് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച പ്രമുഖ ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുകയുണ്ടായിരുന്നത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അമേരിക്കയും ബ്രിട്ടനും നോർഡ് സ്ട്രീം പൈപ്പ് ലൈനിലെ അട്ടിമറിയെ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിരവധി മാർഗങ്ങളിൽ ഒന്നായി കാണുന്നു. ലോകമെമ്പാടുമുള്ള ആശയവിനിമയം നൽകുന്ന കടലിനടിയിലെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ ഉൾപ്പെടെയുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെ ക്രമീകരിക്കാൻ അവർക്ക് കഴിയും, അദ്ദേഹം പറയുന്നു. റഷ്യൻ പ്രകൃതിവാതകം നേരിട്ട് ജർമ്മനിയിലേക്ക് എത്തിക്കുന്നതിനായി നോർഡ് സ്ട്രീം 1-2 പൈപ്പ് ലൈനുകൾ ബാൾട്ടിക് കടലിന് കീഴിൽ നിർമ്മിച്ചു. 2022 സെപ്റ്റംബറിൽ വെള്ളത്തിനടിയിൽ ഉണ്ടായ സ്ഫോടനങ്ങളാൽ ഇവ രണ്ടും നശിച്ചു പോയിരുന്നു. ഒരു ചെറിയ മുങ്ങിക്കപ്പലിൽ 6 അംഗം യുക്രൈനിൽ ഡൈവേഴ്സ് സംഘം പൈപ്പ് ലൈനുകളിൽ സ്ഫോടക വസ്തുക്കൾ വെക്കുകയായിരുന്നു. ഇതായിരുന്നു പൊട്ടിത്തെറിക്ക് വഴിവെച്ചതെന്ന് റഷ്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം യുക്രൈനിൽ നാവികസേനയ്ക്ക് ആഴക്കടലിൽ ഭീകരാക്രമണം നടത്താൻ ഉപകരണങ്ങളോ പരിശീലനം ലഭിച്ച സ്പെഷ്യലിസ്റ്റുകളോ ഇല്ലെന്ന് അറിയാം. നാറ്റോ രാജ്യങ്ങളിലെ പ്രത്യേക സേനയ്ക്ക് മാത്രമേ ഇത്തരമൊരു അട്ടിമറി നടത്താൻ കഴിയുകയുള്ളൂ. അതായത് അമേരിക്കയും ബ്രിട്ടനും അത്തരം കഴിവുകൾ ഉണ്ട്. അവരായിരുന്നു യുക്രൈനിൽ ഡൈവേഴ്സിനെ കൂട്ടുപിടിച്ച് പൈപ്പ് ലൈനുകളിൽ ബോംബ് സ്ഥാപിച്ചത്. ഇതുപോലൊരു ആക്രമണത്തിനാണ് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും പദ്ധതിയിട്ടിരിക്കുന്നത്. 2022 സെപ്റ്റംബറിലാണ് റഷ്യയിൽ നിന്നും ജർമ്മനിയിലേക്ക് പോകുന്ന നോർഡ് സ്ട്രീം 1-2 ഗ്യാസ് പൈപ്പ് ലൈനുകൾ പൊട്ടിത്തെറിച്ചത്. 4 സ്ഫോടന പരമ്പരകളാണ് അന്ന് കടലിനടിയിൽ നടന്നത്. സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. എന്നാൽ ഏറ്റവും പുതിയ അനുമാനം യുക്രൈനിൽ അനുകൂല ഗ്രൂപ്പാണെന്നാണ് ഉത്തരവാദികൾ എന്നാണ്. സ്ഫോടനത്തെ തുടർന്ന് ബാൾട്ടിക് കടലിലെ ഡാനിഷ് ദ്വീപായ ബോൺഹോമിന് സമീപം കടലിലേക്കും അന്തരീക്ഷത്തിലേക്കും 1,00,000 ടണ്ണിലധികം മിഥേൻ വാതകമാണ് പുറത്തു വന്നത്. കടലിൽ നിന്നും വലിയ തോതിൽ കുമിളകൾ വരുന്ന നാടകീയ കാഴ്ചയ്ക്കാണ് അന്ന് ലോകം സാക്ഷ്യം വഹിച്ചിരുന്നത്. ഡെൻമാർക്കിലെ ആർഹ സർവകലാശാലയിലെ ഹാൻസ് സാൻഡേഴ്സിന്റെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘം അതിന്റെ അനന്തരഫലങ്ങൾ അവഗണിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേകിച്ച് രാസായുധത്തിനുള്ള ചരിത്രപരമായ ഡംപിംഗ് ഗ്രൗണ്ടിന് സമീപമാണ് സ്ഫോടനങ്ങൾ നടന്നു വന്നിരുന്നത്. ഏകദേശം 70 മീറ്റർ ആഴത്തിൽ നടന്ന സ്ഫോടനങ്ങൾ മൊത്തം 2,50,000 ടൺ അവശിഷ്ടങ്ങളാണ് സ്ഫോടനത്തിലൂടെ പുറത്തെത്തിയത്. ഈയവും ടിവിറ്റിയും ഉൾപ്പെടെയുള്ള അവശിഷ്ടത്തിലെ മാലിന്യങ്ങൾ വിഷാംശത്തിന്റെ ഭൂരിഭാഗത്തിനും കാരണമാകുമെന്ന് സംഘം കണ്ടെത്തുകയുണ്ടായി. വിഷത്തിന്റെ 75% കാരണം ലെഡും ടിബിറ്റിയും മാത്രമാണ്. 2021 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പ്രകൃതിവാതകത്തിന്റെ ഏകദേശം 45% റഷ്യയാണ് വിതരണം ചെയ്തിരുന്നത്. അതേസമയം നോർഡ് സ്ട്രീം പൈപ്പ് ലൈനുകളുടെ പ്രധാന എതിരാളികളാണ് അമേരിക്ക. ഇതോടെ പൈപ്പ് ലൈൻ പൂർത്തിയാകാൻ റഷ്യയെ സഹായിക്കുന്ന ഏതൊരു കമ്പനിക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. 2020 ഡിസംബറിൽ അന്നത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡൻ പുതിയ പൈപ്പ് ലൈൻ തുറക്കുന്നതിനെതിരെയും ഇത് റഷ്യൻ സാന്നിധ്യത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിനെതിരെയും ശക്തമായി രംഗത്ത് വന്നിരുന്നു. 2021 ബൈഡൻ ഭരണകൂടം ഉപരോധം എടുത്തുകളയുകയും ജർമ്മനിയുമായും യൂറോപ്പിലെ മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളുമായും നല്ല ബന്ധം നിലനിർത്താനും ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. റഷ്യയുടെ രണ്ടാമത്തെ പൈപ്പ് ലൈൻ 2021 സെപ്റ്റംബറിൽ പുറത്തായി വന്നിരുന്നു. എന്നാൽ 2022 ഫെബ്രുവരി 7 ജർമ്മൻ ചാൻസലർ ലൈഫ് ഷോൾസുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. എന്നാൽ 2022 സെപ്റ്റംബറിൽ പൈപ്പ് ലൈനുകൾ അജ്ഞാതർ ബോംബ് വെച്ച് സ്ഫോടനം നടത്തുകയും ചെയ്തു. ഇതിൽ അമേരിക്കയുടെ പങ്ക് വ്യക്തമായില്ലെങ്കിലും അമേരിക്കയുടെ ഒത്താശയോടെയാണ് ഇത് ചെയ്തതെന്ന് റഷ്യ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു.